ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയ ചരിത്രമില്ല. ഇത് നിങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. കുറേ കുട്ടികളുടെ സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത്. A+ അല്ല, ഫുൾ മാർക്ക്. ഇത് ഫുൾ മാർക്കിൻ്റെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അത് നിങ്ങൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും എല്ലാ ഡിസ്കോഴ്സും ഗ്രാമറും ഫോർമാറ്റും ചാപ്റ്റർ സമ്മറിയും എല്ലാം പഠിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അതിൽ തന്നെ A+ വാങ്ങണം എന്നുള്ളതും ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളതും ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലൂടെ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളതൊക്കെ സ്വപ്നം കാണുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരുടെ വില്ലനാണ് ഇംഗ്ലീഷ്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും, എത്ര പഠിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ഇൻവിജിലേറ്റർ വിചാരിക്കുക ഫുൾ മാർക്ക് അങ്ങനെ ആരും വാങ്ങണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നതുകൊണ്ടല്ല. ഇവിടെയാണ് പിന്നീട് നമുക്ക് പിഴച്ചു വന്നത്. ഞാൻ എല്ലാ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ എന്നാലും അതിൽ ചെറിയ ചില കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് ചാപ്റ്റർ സമ്മറി ആയിരുന്നു. എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ എക്സാം പോയിന്റുകളാണ് ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ അതിലൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതത്രയും നിങ്ങൾ കാണാതെ പോയിട്ട് പഠിക്കുക മാത്രമല്ല ചെയ്തേണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് എഴുതി നോക്കാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ വരില്ല. ഞാൻ ഒരുപാട് പേരുടെ ആൻസർ ഷീറ്റ് ഈ മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വന്നിട്ട് നിങ്ങൾ തെറ്റിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിലും നിങ്ങൾ ആ സമ്മറി അതുപോലെ അങ്ങോട്ട് കാണാതെ എഴുതി വെക്കുകയാണ് ചെയ്തത്. അതായത് ഒരിക്കൽ പോലും ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് നോക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായില്ല. ഇന്ന ചാപ്റ്റർ എന്നാണ് ചോദിച്ചത്, ഇന്ന ഡിസ്കോഴ്സാണ് ചോദിച്ചത്, ഇതിന് എൻ്റെ തലയിൽ ഒരു റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്, അതങ്ങനെ എഴുതി വെക്കും. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അവസാന നിമിഷത്തിൽ എല്ലാ ചാപ്റ്ററിനെയും സമ്മറി ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് വെറുതെ ഒന്ന് എടുത്തു നോക്കുക. ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എഴുതി നോക്കുക. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു എഴുത്ത് പരീക്ഷയാണ്. ബാക്കിയുള്ള പരീക്ഷ എഴുതിയിട്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് എഴുതാനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറമല്ലേ, അവസാന നിമിഷത്തിൽ നിങ്ങളൊന്ന് എഴുതാൻ നോക്കുക കൂടെ ചെയ്ത് കഴിഞ്ഞാലല്ലേ അവിടെ നിങ്ങൾ ഗ്രാമർ തെറ്റിക്കാനുള്ള, അതായത് എഴുതുന്നതിൻ്റെ ഗ്രാമർ തെറ്റിക്കാനുള്ള ചാൻസ് വീണ്ടും കുറയും. നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തപ്പി എല്ലാ ലൈവുകളിലും കയറി നിറങ്ങണ്ട. നിങ്ങൾക്ക് HSS ലൈവ് തന്നെ, HSS ലൈവ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ കഴിഞ്ഞ 2017 തൊട്ട് 2025 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എല്ലാ ചാപ്റ്ററിനും എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ. ഇതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഉറപ്പാണോ, അല്ലെങ്കിൽ ഫോർമാറ്റ് നമുക്ക് അറിയാമോ, അല്ലെങ്കിൽ അത് എഴുതി നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണം. മൂന്നാമത്തെ കാര്യം ഗ്രാമറാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാമറിന് ഓവർ ടൈം സ്പെൻഡ് ചെയ്യണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഒരു 10 മുതൽ 12 മാർക്കിന് വരെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അതും റെപ്പിറ്റേറ്റീവായിട്ട് ഒരു 3-4 ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ 3 കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ചാപ്റ്ററിൻ്റെ സമ്മറി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് എഴുതി നോക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യം കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. 2, ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോയാൽ മതി. അവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പലർക്കും ഈ ഫോർമാറ്റും അതിൻ്റെ ടെംപ്ലേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിച്ചു, സാർ ഈ ടെംപ്ലേറ്റിൻ്റെ അവിടെ, ഈ ഡാഷിൻ്റെ അവിടെ എന്താണ് ഞാൻ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. മക്കൾ, ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സെൻറ്റൻസുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ ലെറ്ററിലും ഇല്ലേ, എല്ലാ ലെറ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്ത് പറയും, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ, നീ അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ ടെംപ്ലേറ്റ് അല്ല നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കി അത് ഏത് ചാപ്റ്റർ എന്നാണെന്ന് മനസ്സിലാക്കി ആ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടത്. ആ ബ്ലാങ്ക് സ്പേസ് നമ്മൾ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ കുറച്ച് PYQ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ കാര്യം ഗ്രാമറാണ്. ഗ്രാമറിന് ഒരിക്കലും നിങ്ങൾ റൂൾസ് മാത്രം പഠിച്ചിട്ട് പോകരുത്. അതിനും നിങ്ങൾ ഈ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഹെൽപ്പ് ചെയ്യും. അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. സോ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്കും എവിടെയും പോകില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. ബൈ, ഓൾ ദ ബെസ്റ്റ്.